യെസ് ഷോൺ, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇത്രയും സമയത്ത് ചർച്ചയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഷോണെ, ഈ സ്റ്റാലിൻ ദേവൻ പറഞ്ഞിരിക്കുന്നത് നിയമം ഭേദഗതി ചെയ്താലും അതിൻ്റെ പ്രയോജനം മുനമ്പത്തുകാർക്ക് ലഭിക്കില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ? എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമായി പറയാം. മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഭേദഗതി നിയമത്തിലുണ്ടാവും. ഞാൻ ഇപ്പോഴും സൂചിപ്പിക്കുന്നു, ശാലിൻ സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അനുകൂലിക്കുകയാണ്. ഇത് ഭേദഗതി അല്ല ആവശ്യം, ഇതിനെ ശരിക്കും പറഞ്ഞ ഈ ആക്ട് തന്നെ റിപ്പീൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആവശ്യമെന്ന് അഭിപ്രായം. അതെന്റെ വ്യക്തിപരമായ മാത്രം അഭിപ്രായമാണ്. അങ്ങനെ ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഭാവിയിൽ അത് സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് ശരീഅത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു രാജ്യത്തെ നിയമം നിർമ്മിക്കേണ്ടത്. ആ രാജ്യത്തിൽ ഇസ്ലാം സമൂഹത്തില് ഉള്ള ആളുകൾക്ക് അവരുടെ ഈ വഖഫ് ചെയ്യപ്പെടുന്ന സ്വത്ത് കൃത്യമായി സംരക്ഷിക്കപ്പെടണം. നമ്മളിത് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം, 1,20,000 കോടി രൂപയുടെ അസറ്റാണ് വഖഫ് ബോർഡിനുള്ളത്. ആ വഖഫ് ബോർഡിന്റെ കണക്കനുസരിച്ച് ഇതിനു മുമ്പ് നമ്മുടെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച്, അത് BJP നിയമിച്ചതല്ല കേട്ടോ, അത് പ്രത്യേകം പറയണം. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് 12,000 കോടി രൂപയുടെ വരുമാനം യഥാർത്ഥത്തിൽ വഖഫിന്റെ സ്വത്തുക്കളിൽ നിന്നും യഥാർത്ഥത്തിൽ വരേണ്ടതാണ്. അത് ഇപ്പോഴല്ല, ഈ നിയമമൊക്കെ വരുന്നതിന് മുമ്പുള്ള കണക്കാണ്. പക്ഷെ 2024 ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റ് നടത്തിയ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീ കിരൺ റിജിജു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. 2023-24 കാലഘട്ടത്തിലെ വഖഫ് ബോർഡിന്റെ മൊത്തത്തിലുള്ള വരുമാനം 63 കോടി രൂപയാണ്. അപ്പൊ എത്രമാത്രം ഈ പാവപ്പെട്ടവന്റെ പേരിൽ, മുസ്ലിം സമുദായത്തിന്റെ പേരിൽ, മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാനെന്ന പേരിൽ എത്രമാത്രം വലിയ കൊള്ളയാണ് ഈ വഖഫ് ബോർഡിൽ ഇരുന്നുകൊണ്ട് കുറെ ആളുകൾ, കുറെ വ്യക്തികൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പോ ബഹുമാനപ്പെട്ട മുജീബ്ക്കാട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാ ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ഞങ്ങൾ അവിടെ വന്ന് സംസാരിച്ചത് മുഴുവൻ മുസ്ലിം സമുദായത്തിനെതിരായിട്ടല്ല. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ഈ രാഷ്ട്രത്തിന് വിരുദ്ധമായ പ്രവർത്തിക്കുന്ന ചില ശക്തികൾ, ഇന്ത്യയിൽ തന്നെ നിരോധിക്കപ്പെട്ട സംഘടനകളായ PFI, SDPI, അതിന്റെ എല്ലാം മറവിലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്കെതിരെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കും. പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങള് ഈ മത തീവ്രവാദ സംഘടനകൾക്കെതിരെ, രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് മൊത്തം ഇസ്ലാമിനെതിരായി സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ള പറയുന്നത് നിങ്ങളുടെ ഒരു വിജയമായി തന്നെ ഞാനത് അംഗീകരിക്കുന്നു. അതിനെ ഏതെങ്കിലും കാലത്ത് നല്ലവരായ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾ അത് തിരിച്ചറിയുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട് എനിക്ക്. രണ്ടാമത്തെ കാര്യം, അത് ഈ കുറെ കാലങ്ങളായി നിങ്ങൾ പറയണം, എനിക്കിവിടെ വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ അത് പറയേണ്ടതായിരുന്നു. കാരണം ഇവര് 610 കുടുംബങ്ങളെ അങ്ങ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് 12 റിസോർട്ടുകളുടെ കാര്യം പറയുന്നു. ഈ റിസോർട്ടുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ 87 അല്ല 85, 87 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ നിന്നും ഫാറൂഖ് കോളേജിന്റെ നിന്ന് വാങ്ങിയ വസ്തു മുനമ്പംകാരായ ആളുകൾ വിറ്റ്, അത് കേരളത്തിൽ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം പണം കൊടുത്ത് വാങ്ങിയവരല്ലേ റിസോർട്ടുകാർ. അവർ ചിലപ്പോൾ അവിടെ റിസോർട്ട് പണിയും, അവിടെ ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ള വീട് പണിയും, അവർ ചിലപ്പോൾ അതൊന്നും പണിയാതെ കൃഷി നടത്തും. അത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പണം കൊടുത്ത് അവര് കയ്യേറിയതാണ് എന്നൊരു അഭിപ്രായം അങ്ങേക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ റിസോർട്ടിന്റെ പേര് പറഞ്ഞ് അവിടെ താമസിക്കുന്ന 610 കുടുംബങ്ങളുടെ ഒരു വലിയ വിഷയത്തെ നിങ്ങൾ അത് ഡൈവേർട്ട് ചെയ്യാൻ കുറെ കാലമായി ശ്രമിക്കുന്നു. അത് വിലപ്പോവില്ല എന്ന് പ്രത്യേകം പറയുന്നത്. പിന്നെ വഞ്ചി സ്ക്വയറിൽ ഞാൻ വന്നത്, എന്നെ ആരും വിളിച്ചിട്ടല്ല വന്നതെന്നുള്ള സത്യമാണ്. എന്നെ നമ്മുടെ മുനമ്പത്തെ ജനങ്ങളാണ് വിളിച്ചത്. അവിടെ ആ പരിപാടി സംഘടിപ്പിച്ച ഒരു സംഘാടകരും എന്നെ ക്ഷണിച്ചിട്ടില്ല. മുനമ്പത്തെ ജനങ്ങൾ എന്നെ വിളിച്ച് ഷോൺ ജോർജ് അവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നതിന് ശേഷം മുനമ്പം സമരം ലോകം അറിഞ്ഞു എന്ന് അങ്ങേക്ക് വലിയ സംശയം ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവിടെ വളരെ ആസൂത്രിതമായ ചില മീറ്റിങ്ങുകൾ നടന്നു. അവിടെ ആരൊക്കെയോ സംസാരിച്ചപ്പോൾ അവിടെ ഇതൊന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ അവിടെ വന്ന നമ്മുടെ സഭാ സെക്രട്ടറി കൂടിയായ വൈദികൻ പച്ചയ്ക്ക് ചില കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് മുസ്ലിം സമുദായത്തെ അടച്ചല്ല, ഇത്തരത്തിൽ വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ SDPയും PFIയും പോലെയുള്ള ആളുകൾ നടത്തിയ കാര്യങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. പിന്നെ വഖഫിന്റെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, ഇവിടെ ശാലിൻ സാർ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ അനുകൂലിക്കുകയാണ്. കാരണം വഖഫ് ഭൂമിയാണെന്ന് എവിടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? ഫാറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ചാണല്ലോ ഈ പാവങ്ങൾ ഈ സ്ഥലം മേടിച്ചത്. ഞാനൊരു കാര്യം ചൊല്ലാം, 1902 മുതൽ
ഇപ്പൊ വന്ന ഈ ഈ കേരള സംസ്ഥാനം 2008 നിയോഗിച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വരെയുള്ള ഏറെക്കുറെ 106 വർഷത്തിൽ എവിടെയെങ്കിലും വഖഫ് ബോർഡിന് ഈ ഭൂമിയുടെ പൊസഷൻ ഉണ്ടായിരുന്നു? എൻ്റെ ഒരു ചോദ്യമാണ്. ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് ഇതിന്റെ പൊസഷൻ ലഭിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ സമയത്തും ഇതിന്റെ പൊസഷൻ അപ്പൊ ഏറെക്കുറെ 122 വർഷത്തിനിടയിൽ ഏതെങ്കിലും കാലത്ത് വഖഫ് ബോർഡിന് നിങ്ങൾക്ക് ഇതിന്റെ പൊസഷൻ ലഭിച്ചിട്ടുണ്ടോ? ഈ വസ്തു വഖഫ് ബോർഡ് പേരിൽ കൂട്ടുമ്പോൾ നിങ്ങൾ സർവേ നടത്തിയോ? ഇപ്പൊ നിലവിൽ പൊസഷൻ ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തിക്ക് നിങ്ങൾ നോട്ടീസ് കൊടുത്തോ? അവരെ നിങ്ങൾ ഹിയർ ചെയ്തോ? ഒന്നുമില്ല. അപ്പോ ഏതെങ്കിലും ഒരു കോടതിയിൽ എന്താ പറഞ്ഞത്? ഇതിനു മുമ്പ് 67 ഒരു വിധി, ഇപ്പൊ ഷാനി സാർ അതിനെ കുറിച്ച് വിശദീകരിച്ചു. പക്ഷെ അവിടെ ചോദ്യം ഇത് വഖഫ് ബോർഡിന്റെ ആയിരുന്നോ എന്നല്ല, ഇത് കുടിയന്മാർക്കാണോ അവകാശം അതോ അവിടെ ഫാറൂഖ് കോളേജിനാണോ അവകാശം എന്നുള്ള ചോദ്യത്തിൽ ഫാറൂഖ് കോളേജിൽ വഖഫ് കിട്ടിയ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് അവിടെ ഒരു സംശയങ്ങളുമില്ല. ഞാനത് പറയട്ടെ, ഞാൻ വളരെ വളരെ സത്യസന്ധ തുടക്കത്തിൽ ആ ചോദ്യം ഉന്നയിച്ചതാണ്. ശരിക്കും നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിക്കണ്ട, അവരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ ഞങ്ങളില്ല എന്ന് നിങ്ങൾ പലയിടത്തും പ്രസംഗിക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ നിഷ്പക്ഷമായി ചോദിച്ചോട്ടെ, പിന്നെ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഹിഡനായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണ്? നിങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന എന്താണ്? നിങ്ങൾക്ക് പകരം വസ്തുവാണോ, അതോ വഖഫ് ഭേദഗതി നിയമത്തില് ഇവിടെ നിന്നുള്ള ജനപ്രതികളെ സമ്മർദ്ദം ചെലുത്തുകയാണോ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കേരളത്തിൽ ഒരു വലിയ വിഭാഗീയതയും വർഗീയതയും വളർത്തുകയാണോ? എന്താണ് നിങ്ങളുടെ പുറകിലുള്ള അജണ്ട? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ശാലിന സാർ പറഞ്ഞ ഒരു കാര്യത്തിന് പറയട്ടെ, 2 കാര്യങ്ങൾ. ഒന്ന്, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ മുഴുവൻ വസ്തുവും റീ രജിസ്ട്രേഷനിലേക്ക് പോകുമ്പോൾ ഇതിന്റെ മുഴുവൻ സിവിൽ ഡോക്യുമെന്റ്സും ഫയൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിന്റെ കസ്റ്റോഡിയനാണ്, അല്ലെങ്കിൽ മുത്തവല്ലിക്കാണ്. മുത്തവല്ലി തീർച്ചയായിട്ടും മുഴുവൻ വസ്തു 1955 ശേഷം വന്നിട്ടുള്ള മുഴുവൻ രജിസ്ട്രേഷന്റെയും മുഴുവൻ വസ്തുക്കളുടെയും രജിസ്ട്രേഷൻ അത് നിർബന്ധമാക്കുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ എന്റെ പിതാവ് ശ്രീ പി സി ജോർജ് അവിടെ വന്നിട്ട് ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ന്യായമായ മുനമ്പൻ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വർഗീയതയായിട്ടാണ് തോന്നുന്നതെങ്കിൽ തുടർന്നും ആ വർഗീയത പറയാൻ തന്നെയാണ് ഉദ്ദേശം എന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു.